ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, എങ്ങനെയാണ് ഈ ഒരു ബഡ്ജറ്റിനെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരായ ശ്രീ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മേഖലകൾക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ഒരു സന്തുലിതമായ സാമ്പത്തിക വ്യവസ്ഥയാണ് ഭാരതത്തിൻ്റേത് എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ഈ ബഡ്ജറ്റ് പ്രഖ്യാപന വേളയിൽ വ്യക്തമാക്കിയുണ്ടായി. സുശക്തമായ ഒരു ഭരണം, സുശക്തമായ സുസ്ഥിരമായ ഒരു സാമ്പത്തിക നയം, അത് ഭാവിയിൽ കൃത്യമായ രീതിയിൽ ഒരു വികസിത രാജ്യത്തിൻ്റെ ഒരു ശക്തി തന്നെയാണ് ഭാരതത്തിന് പകർന്ന് നൽകുകയും ചെയ്യുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഒരു ബജറ്റിനെ സാമ്പത്തിക സുസ്ഥിരതയിൽ നിന്നുകൊണ്ടുള്ള എല്ലാ മേഖലയ്ക്കും 9 മേഖലകൾക്ക് കൃത്യമായ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നോക്കൂ, വിഭവസമൃദ്ധമായ മനുഷ്യ അധ്വാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമ്പന്നമായ രാഷ്ട്രമായിരുന്നു ഭാരതം. 2014 വരെ ഉണ്ടായിരുന്ന വികസനത്തിന്റെ സങ്കല്പ മാതൃകകൾ മുഴുവൻ പിഴുതെറിഞ്ഞിരിക്കും. നോക്കൂ, 2014 നമ്മൾ തിരിച്ചു ചിന്തിക്കുമ്പോഴും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശുഷ്കമായിരുന്നു. പ്രതിരോധ മേഖലയിലെ ആയുധങ്ങൾ വാങ്ങാൻ പോലുമുള്ള കെൽപ്പില്ലാത്ത ഒരു ഭരണകൂടമായിരുന്നു. 6 പതിറ്റാണ്ട് കാലം ഭാരതം ഭരിച്ചിട്ട് നമ്മളിലേക്ക് എത്തുമ്പോൾ കഷ്ടതയുടെയും കെട്ടുകാര്യസ്ഥതയുടെയും നിരാശയുടെയും ലോകത്ത് നിന്ന് ഒരു പുതിയ പരിവർത്തനത്തിന്റെ ഭാരതത്തിന്റെ ചിത്രമാണ് ഉരുത്തിരിഞ്ഞു വന്നത്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ്. എല്ലാവരുടെയും വികസനത്തിലൂടെ മാത്രമേ ഒരു രാഷ്ട്രത്തിന് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. സമഗ്രമായ ഒരു കാഴ്ചപ്പാട് ഇതിനാവശ്യമാണ്. നോക്കൂ, ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വിമർശനങ്ങളെ അതിജീവിച്ചുകൊണ്ട് സാമ്പത്തിക സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? വസ്തുതകളെ അപഗ്രഥിക്കുമ്പോൾ തിരിച്ചറിയുന്നത് ആഗോള സാമ്പത്തിക മാന്ദ്യം, കോവിഡ് മഹാമാരിക്കാലത്തുണ്ടായിരുന്ന പ്രതിസന്ധികൾ, ലോകം നേരിടുന്ന സാമ്പത്തിക മാറ്റങ്ങൾ, ഇതിൽ നിന്നൊക്കെ കരുത്തോടുകൂടി ഭാരതം മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പോലും പ്രതിപക്ഷത്തിനുണ്ടായിരുന്ന പരാതികൾ എന്തൊക്കെയായിരുന്നു? ഒരു തെരഞ്ഞെടുപ്പിനെ മുൻപിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റ് ആയിരുന്നില്ല ഇത്. ഞാൻ പറയുന്നത് ബജറ്റിന്റെ മുൻഗണനാ ക്രമങ്ങൾ മാറുന്നു, ബജറ്റിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിക്കുന്നു. രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ഒരുമിച്ച് വികസനത്തിന്റെ പുതിയൊരു പന്ഥാവിലേക്ക് എത്തിക്കുന്നതിനും ഭാവി ഭാരതത്തിന്റെ സുസ്ഥിര വികസനത്തെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കയ്യടികൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തെ നേടുന്നതിനുള്ള ഒരു ബജറ്റായിട്ട് ഇതിനെ വിലയിരുത്തപ്പെടുന്നു. സാമ്പത്തിക വിദഗ്ധന്മാർ, കർഷകർ, തൊഴിലാളികൾ, പുതിയ സംരംഭകർ, വിദ്യാർത്ഥികൾ, വനിതകൾ, വനവാസി വിഭാഗത്തിൽപ്പെട്ടവർ, കഷ്ടത അനുഭവിക്കുന്നവർ, ഇവരെയൊക്കെ തോളോട് ചേർത്ത് പിടിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് ആവശ്യമായ നികുതിയേതര വരുമാനങ്ങൾ പിരിച്ചെടുക്കാനും രാജ്യത്തിന്റെ സമ്പത്തിനെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭാവി ഭാരതത്തിനെ കെട്ടുറപ്പോടെ വളർത്തുന്നതിനാവശ്യമായ നയങ്ങളും പരിപാടികളും കൃത്യമായി ബജറ്റ് മുൻപോട്ട് വെക്കുകയാണ്. 10 വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ടുകൾ ഈ ഗവൺമെന്റിന്റെ നയങ്ങളും നിലപാടുകളും സുസ്ഥിരമായിരുന്നുവെന്നും യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ളതായിരുന്നുവെന്നും കൃത്യമായിട്ട് വിലയിരുത്തുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഈ ബജറ്റും ഇപ്പോൾ ആ അർത്ഥത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ, ധനകാര്യമന്ത്രി പറഞ്ഞതുപോലെ 9 മേഖലകളെ തരംതിരിച്ചുകൊണ്ട് 9 മേഖലകളുടെ മുന്നേറ്റത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഭാവി ഭാരതത്തിന്റെ, ഒരുപക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം 947 ആരംഭിച്ച് 2047 എത്തുമ്പോൾ ലോകത്തിന്റെ നെറുകയിലേക്ക് വരുന്ന വികസിത ഭാരതം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള എല്ലാ മേഖലകളിലും ഊന്നൽ നൽകുന്ന, ആസൂത്രണം നൽകുന്ന, പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയായാലും റോഡ് റെയിൽ മേഖലയായാലും തൊഴിൽ മേഖലയായാലും രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മേഖലയായാലും എല്ലാ മേഖലകളെയും സമഗ്രമായി കാണുന്ന ഒരു സന്തുലിതമായ വികസനത്തിന് ഊന്നൽ നൽകുന്ന ഒരു ബജറ്റ് ഭാരതം അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശംസയ്ക്ക് പാത്രീഭൂതമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്.